ഇന്നും യേശുവിനോട് കൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് പതറിപ്പോകാറുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ എത്ര ശക്തനാണെങ്കിലും അങ്ങനെ പതറിപ്പോകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ അങ്ങനെയുള്ള പതർച്ചയുടെ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മളങ്ങനെ പതറേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ പതറിപ്പോകുന്ന ആ വിഷയമുണ്ടല്ലോ, അതിന് നമ്മൾ പതറുന്നതിന് മുമ്പ് തന്നെ, ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് ഒരു പരിഹാരവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പതറിപ്പോകുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം വായിക്കട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം പറയത്തക്ക നിലകളിലുള്ള, വിശദീകരിക്കത്തക്ക നിലയിലുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഈ വാക്യത്തിൽ നിന്നും ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ, ഏതൊരു മനുഷ്യനും ചിലപ്പോഴൊക്കെ പെട്ടെന്ന് പതറിപ്പോകും. അവരുടെ മുമ്പിൽ അവർ നേരിടുന്ന ആ പ്രശ്നം, അതിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന അങ്കലാപ്പിലാണ് അവരിങ്ങനെ പെട്ടെന്ന് പതറിപ്പോകുന്നത്. വാസ്തവത്തിൽ അങ്ങനെ പതറേണ്ട കാര്യമില്ല. ഞാൻ പിന്നെയും പറയുന്നു, ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നമുണ്ടാകും മുമ്പ് തന്നെ ഈ പ്രശ്നം അറിയുന്ന കർത്താവ് അതിനുള്ള പരിഹാരവും അതോടൊപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്താതിരിക്കുന്നതാണ് നമ്മുടെ എല്ലാ പതർച്ചയുടെയും കാരണം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൻ്റെ അടുക്കൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ചെങ്കടൽ കരയിൽ വന്നപ്പോൾ അവരാകെപ്പാടെ പതറിപ്പോയി. എന്തിന്? മുമ്പിൽ നടക്കുവാൻ നിയോഗിക്കപ്പെട്ട മോശ ഉൾപ്പെടെ ആകെ അങ്കലാപ്പിലായി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം. മുന്നോട്ടെങ്ങനെ പോകും? മുന്നിൽ ചെങ്കടലാണ്. പിറകോട്ട് പോകാനൊക്കില്ല. പിറകിൽ മിസ്രയീം സൈന്യം അവരെ പിന്തുടരുകയാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ കഴിയുന്നില്ല. കാരണം ഉയർന്ന മലനിരകളാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ജനമാണെങ്കിൽ അവിടെ വല്ലാതെ ഭയപ്പെടുകയും പരാതി പറയുകയും ദൈവത്തോട് നിലവിളിക്കുകയും മോശയോട് പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നു. അവരിങ്ങനെയാണ് പറയുന്നത്: മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ മരിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്? ഒപ്പടിവിച്ച ദൈവത്തിനറിയാം നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് നീക്കുപോക്കുണ്ടാക്കുവാനും. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് നിലവിളിച്ചത് കൊണ്ടോ ആരോടെങ്കിലും പരാതി പറഞ്ഞതുകൊണ്ടോ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ഇതിനൊരു പരിഹാരം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. ഇവിടെയും അതാണ് സംഭവിച്ചത്. മോശെ മുമ്പിൽ നടക്കുകയാണ്, നേതാവാണ്, ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷേ തനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. പാഠപുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ യഹോവയായ ദൈവം തന്നെ നേരിട്ട് മോശയോട് സംസാരിക്കുകയാണ്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും. ഇതാണ് ദൈവിക പദ്ധതി എന്നിരിക്കെ നമ്മൾ നിലവിളിച്ചത് കൊണ്ടെന്നാണ് പ്രയോജനം, പിറുപിറുത്തത് കൊണ്ടെന്നാണ് പ്രയോജനം, അങ്കലാപ്പിലായത് കൊണ്ടെന്നാണ് പ്രയോജനം. അതുകൊണ്ട് ഈ അങ്കലാപ്പുകളെല്ലാം നിർത്തിയിട്ട് ദൈവം ഒരുക്കിയ പരിഹാരം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് ചുവടുകൾ വയ്ക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ അങ്ങയിൽ ആശ്രയിപ്പാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.